കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിൻ ബോംബ് ഉണ്ടാക്കിയ രീതി വിദേശത്തെ ഒരു നമ്പറിലേക്ക് അയച്ചിരുന്നുവെന്ന കണ്ടെത്തൽ ചിത്രങ്ങൾ സഹിതമാണ് അയച്ചത്. ഈ പശ്ചാത്തലത്തിൽ ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം നടത്തുകയാണ് ആജ്ഞ രവീന്ദ്രൻ. വിവരങ്ങളുമായി ആജ്ഞ, അന്ന് ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പല കൗതുകങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരാൾ ഒരു ബോംബ് ഉണ്ടാക്കി അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നത് എന്നതൊക്കെ. പക്ഷേ ഇതിപ്പോൾ അതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ശ്രീജ, കാരണം ഈ ഒരു ബോംബ് ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ വിദേശ നമ്പറിലേക്ക് ഉണ്ടാക്കിയ രീതി അയച്ചു കൊടുത്തിരുന്നു. ഇത് ഉണ്ടാക്കിയ ചിത്രങ്ങൾ അടക്കമാണ് ഈ വിദേശ നമ്പറിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം ഉണ്ടാകും. വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിച്ചിരുന്നതാണ്. പക്ഷെ അതിന് അനുമതി ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഈ ബോംബ് അയച്ചിരിക്കുന്ന ഫോൺ നമ്പർ ആരുടേതാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. 8 പേരാണ് കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിൽ നേരത്തെ കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട യഹോവ സാക്ഷികൾ എന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ അംഗങ്ങളെ കൊല്ലാൻ തയ്യാറാക്കിയ ബോംബിന്റെ ചിത്രങ്ങളാണ് ഈ പ്രതിയായ ഡൊമിനിക് മാർട്ടിൻ വിദേശ രാജ്യത്തെ നമ്പറിലേക്ക് അയച്ചു നൽകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മൊത്തം 3 നമ്പറിലേക്കാണ് ഈ വിദേശത്തേക്കുള്ള ഇതിൽ നമ്പറുകളിൽ 3 നമ്പറുകളിലേക്കാണ് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കം അയച്ചിരിക്കുന്നത്. ഇതോടെ തന്നെ ഇന്റർപോളിന്റെ സഹായത്തോടെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തിനാണ് മാർട്ടിൻ വിദേശ നമ്പറിലേക്ക് ഈ ബോംബ് ഉണ്ടാക്കിയ രീതി അയച്ചു കൊടുത്തിരിക്കുന്നത് എന്നത് ഈ കേസിൽ ഇനി നിർണായകമാകും. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. അന്ന് ഈ മാർട്ടിൻ്റെ വീഡിയോ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കുട്ടികളൊന്നും ഇതൊന്നും കണ്ട് അനുകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബോംബ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ വിശദീകരിച്ചിരുന്നത്. എന്തായാലും എന്തിനാണ് ഇയാൾ വിദേശത്തെ ഒരു നമ്പറിലേക്ക് ഈ ചിത്രങ്ങൾ സഹിതം ബോംബ് ഉണ്ടാക്കുന്ന രീതി അയച്ചു കൊടുത്തത് എന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വളരെ വളരെ നിർണായകമാകും.